പിന്നീട് ഗോൾവാൾക്കറുടെ രചനകളിൽ കുഞ്ഞാലി മരക്കാന്മാരൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ടിപ്പു സുൽത്താനെയും ഹൈദർ അലി ഖാനെയൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു ആശയത്തെ ഈ ചരിത്ര പഠനത്തിലേക്ക് കൊണ്ടുവന്ന്, നേരത്തെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനൊക്കെ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള VC-മാരുടെ നിയമനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ബാക്കിയുള്ളതിൽ കൂടെ നടക്കും. മാത്രമല്ല ആ ഘട്ടം കഴിഞ്ഞാൽ VC-മാർ വഴി എന്തൊക്കെയാണോ നടപ്പാക്കേണ്ടത് ആ നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അവിടെ വേദിക് സയൻസ് അതൊക്കെ അതുപോലെ വെച്ചാൽ ആലോചിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വധം പോലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നിൽ കാണുകയാണ്. പ്രത്യേകിച്ച് BJPക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിലക്ക് ഗവർണർമാർ ചാൻസലർമാരായിരിക്കും. സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലറെ നിയമിക്കുന്നിടത്ത് ഗവർണർമാർ കൃത്യമായി ഇടപെടുന്നു. RSS അനുഭവമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. അവർ RSS പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 3 VC-മാർ എങ്ങാണ്ടോ ഇതുപോലെ RSS പരിപാടികളിൽ പങ്കെടുത്തതായി വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഹമീദ് മാഷ്, ഇതിൽ നിന്ന് എന്താണ് പ്രകടമാകുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ? അല്ല, ഇത് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളതൊരു UDF മന്ത്രിസഭയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു BJP അനുകൂലമല്ലാത്തെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു മന്ത്രിസഭ ഉണ്ട്. അങ്ങനെ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വിദ്യാഭ്യാസ നയം, പ്രഖ്യാപിത വിദ്യാഭ്യാസ നയം വളരെ വ്യക്തമാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് 3 എന്താ പറയുക, കല്ലുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ എന്താ വെച്ചാൽ അത് സെൻട്രലൈസേഷനാണ്, എല്ലാം കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കമേഴ്സ്യലൈസേഷനാണ്, അതും കൃത്യമായി നടക്കുന്നുണ്ട്. അതിനി കുറച്ചുകൂടെ വ്യാപകമാകും. മൂന്നാമത്തേത് കമ്മ്യൂണലൈസേഷനാണ്. അപ്പോൾ ഈ 3 നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിലുള്ളവരുടെ വിദ്യാഭ്യാസ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിന് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് ചില രീതികൾ ഉണ്ട്, കോളേജുകളിൽ നടപ്പാക്കുന്നതിന് വേറെ ചില രീതികളുണ്ട്. സമാനതയും അതേസമയം വ്യത്യസ്തമൊക്കെയുള്ള രൂപങ്ങൾ. അപ്പോൾ നമുക്കറിയാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുണ്ടായിരുന്ന സാധനത്ത് എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു സാധനം കൃത്യമായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ നമുക്കറിയാം UGCയിൽ, NACൽ, അതുപോലെ ICHRൽ, NCERTയിൽ ഇതിലെല്ലാം തന്നെ മെല്ലെ മെല്ലെ അവർ കാവ്യവൽക്കരണം നടത്തി. അല്ലെങ്കിൽ അവരുടെ RSSൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിങ്ക് ടാങ്ക്സിനൊക്കെ കൊണ്ടുവന്ന് അവർ പ്രതിഷ്ഠിച്ചു. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ ആ ഒരു മുകൾ തട്ടിലുള്ള സ്ട്രക്ചറിനെ അവർക്ക് അനുകൂലമാക്കി എടുത്തു. പിന്നെ ഈ എന്താ പറയുക, നമ്മളുടെ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചുകളൊക്കെ വരുത്തി. ഇതിന് പുറമെ പിന്നീട് അവർ ഇടപെടുന്ന എവിടെയാണ്? സിലബസുകൾ ഇടപെടുന്നു. അപ്പോൾ ഈ സിലബസുകളിൽ ഇടപെടുന്നതിൻ്റെയും ഉദ്ദേശം എന്ത് തന്നെയാണ്? എങ്ങനെയാണോ അതിനെ ഹൈന്ദവവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ നരേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. ചരിത്രരചനയിൽ ഒക്കെ അത് വളരെ പ്രകടമാക്കി തന്നെ ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും നടപ്പാക്കണമെന്നുള്ള വരുന്നു. ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനെ വേറെ രീതിയിലൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. അത് നേരിട്ട് ആ സാധനം നടപ്പാക്കാതെ. പക്ഷേ ഇതൊക്കെ സമീപഭാവിയിൽ അതിൻ്റെ മുകളിലൊക്കെ തന്നെ ഉള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഗൗരവമേറിയ ഇടപെടലുകളിലേക്കോ ഇത് പോകും. അപ്പോൾ കേരളത്തിലൊരു ഈ 3 യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള VC-മാരുടെ നിയമനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ബാക്കിയുള്ളതിൽ കൂടെ നടക്കും. മാത്രമല്ല ആ ഘട്ടം കഴിഞ്ഞാൽ VC-മാർ വഴി എന്തൊക്കെയാണോ നടപ്പാക്കേണ്ടത് ആ നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേദിക് സയൻസ് അതൊക്കെ അതുപോലെ വെച്ചാൽ ആലോചിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വധം പോലും ഒരു ബോധപൂർവം നടന്നൊരു സംഭവമൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ ചെയ്യുന്നത്. ഏതൊരു ചങ്ങായി എന്ത് ചെയ്തു, അറിയാത്തൊക്കെ ഇങ്ങനെ പരിശോധിക്കേണ്ടതിൽ എന്ത് ചെയ്തു, വെടികൊണ്ട് ഗാന്ധി മരിച്ചു എന്നുള്ള പോലെയാണ്. ചെറുതായിട്ട് വെടിവെച്ച പോലെയാണ്. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് അവരുടെ പല സിലബസ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതേസമയം ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അത്ര എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കാൻ പറ്റുന്ന വഴി എന്താണ്? ഗവർണർമാരിലൂടെ ഉള്ള അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാൻസലറാണ്. ആ ചാൻസലറുടെ കീഴിലാണ് വൈസ് ചാൻസലർമാർ വരുന്നത്. എന്നാൽ അതേസമയം ഈ ഗവർണർ ഒരു പരമാധികാരിയാണോ? ഗവർണർ അങ്ങനെ ഒരു പരമാധികാരം ഉപയോഗിക്കുന്ന അവസ്ഥ അപ്പോൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ ആരല്ല, മുർമു അല്ല, നമ്മുടെ ബഹുമാനമായിട്ടുള്ള മറ്റേ പ്രസിഡന്റ് അല്ല എന്ന് വയ്ക്കുക, ഒരു കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ആ കോൺഗ്രസ് പ്രസിഡന്റ് ഈ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിലോ? ശരിക്കും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആ ഒരു സംവിധാനം തകരാതിരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിലുള്ള പ്രസിഡന്റുമാരെല്ലാം പല രൂപത്തിലും അവരുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഒപ്പിടുന്നതാണെങ്കിലും ബാബരി മസ്ജിദ് തകരുന്ന സമയത്ത് ഒരു പ്രത്യക്ഷമായ നിലപാടെടുക്കാതെ മനസ്താപത്തോടെ മാറി നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു? ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നൊരു സർക്കാരുണ്ട് എന്നുള്ളതും ആ സർക്കാരിനാണ് ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ അധികാരം ലഭിക്കേണ്ടതെന്നും എന്നുള്ള ആ ഒരു ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ആ ബോധത്തെ ഇവിടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് ഗൗരവമേറിയ ഒരു ഇടപെടലായിട്ട് നമ്മൾ കാണണം. അപ്പോൾ മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു ഇതിൽ VC-മാർ പങ്കെടുക്കുക എന്ന് പറയുമ്പോഴേ, മോഹൻ ഭഗവത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സംഘടനയുടെ ആരുമാണ് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു സംഘടനയുടെ ഒരു ഇതിനകത്തേക്ക് എന്തിനാണ് പങ്കെടുക്കുന്നത്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ശരിക്കും സർക്കാർ അതിനൊരു എത്രമാത്രം ശക്തമായി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് നമുക്കെന്താണ് ഒരു ബോധ്യത വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണ്. എന്തായാലും അപ്പോൾ VC-മാരെന്തായാലും അറ്റ്ലീസ്റ്റ് ചാൻസലറുടെ അണ്ടറിലാന്ന് പറയാം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ടാണിപ്പോൾ ഗവർണർ എന്ത് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുന്നത്. അത് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയാണ് യോഗയുടെ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നിരുപദ്രവകരമായ ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന ഒരാശയം എങ്ങനെ നമുക്ക് നന്നായി നടപ്പാക്കാൻ പറ്റും എന്ന് ആലോചിക്കാൻ വേണ്ടിയെന്നൊക്കെ പറയാം. പക്ഷേ അവിടെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അശോക്, അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കുറച്ച് കറയുള്ളതാണെന്നുള്ളതിനെ പ്രശ്നം ഒന്ന്. രണ്ട്, ഇത് ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ ഒന്ന് അധികാരമുണ്ടോ എന്നുള്ളത്, രണ്ട് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും നീറുന്ന ഒരു പ്രശ്നമാണ് യോഗ നടക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗവർണർക്ക് ഇടപെടേണ്ട എത്രയോ നല്ല കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുകയും ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. മാറി നിന്നുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന. പക്ഷെ അതിനൊക്കെ പകരം വളരെ ബാലിഷമായ ഒരു കാര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും അതിനകത്തൂടെ ഒരു ടെസ്റ്റ് ഡോസാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. ആ ടെസ്റ്റ് ഡോസിൻ്റെ യഥാർത്ഥം തന്നെയാണ് മുഖ്യമന്ത്രിയോടുള്ള മന്ത്രിസഭയോടുള്ളൊരു വെല്ലുവിളിയാണ്. അതൊരു സംശയം അതിനകത്ത് ഇല്ല. ഞങ്ങൾ വിളിച്ചാൽ ആരൊക്കെ വരുന്നു ഇപ്പോൾ നോക്കി, ഇനി ഇനി ഇത്തരത്തിൽ ഞങ്ങൾ വിളിക്കുമെന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. ആ സമയത്ത് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാനിടയുണ്ട് എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു വിമർശനം അത് ഇത്തരത്തിൽ ഉള്ള പല പ്രവണതകളെയും കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കിന്നറിയാം, കേരളത്തിൽ വലിയ തോതിൽ കാവ്യവൽക്കരണം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അകത്ത് അത്തരത്തിലുള്ള വിഭാഗങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചതിന് നമുക്ക് തെളിവുകളുണ്ട്. IAS ഓഫീസർമാർ
അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിന് തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനെ ലളിതമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് ഈ ചിന്താഗതിയുള്ള, ഈ വർഗീയ ബോധമുള്ള ആളുകൾ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത, അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത വിഭാഗങ്ങൾ ഇവിടുത്തെ പ്രജകളാണ്. അവരനുഭവിക്കാനിടയുള്ള, ഭരണരംഗത്ത് അനുഭവിക്കാനിടയില്ല, നീതിയുടെ രംഗത്ത് അനുഭവിക്കാനിടയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായി കാണുക എന്നുള്ളതൊരിക്കലും ഒരു വഴിയല്ല എന്നുള്ളതാണ്. കൃത്യമായ നയനിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവർണറോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന രൂപത്തിൽ ചിന്തിച്ചാൽ നടക്കില്ല. എന്നിട്ടോ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ അന്ന് മറ്റേ വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നില്ലേ, അന്ന് വേറെ എന്തെങ്കിലും ചെയ്തില്ലെന്ന് പാടില്ല. അപ്പോൾ ആ കാലം കഴിഞ്ഞു എന്നെന്ത് ചെയ്യണം? നമ്മുടെ ഈ പുതിയ മന്ത്രിസഭ മനസ്സിലാക്കണം. ഇന്ന് പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നത്, ഭരണപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് രക്ഷപ്പെടാവുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവർണറോട് നയപരമായി തന്നെ അത് മറ്റേ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇനിയും അത്തരം നിലപാടുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ പരാജയപ്പെടുന്നത് വലിയൊരു പ്രശ്നമല്ല, പക്ഷേ ഏറ്റുമുട്ടാനുള്ള ഊർജം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കേരളത്തെ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. 2014 ശേഷം ഈ ഹയർ എഡ്യൂക്കേഷൻ 100% കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചരിത്ര ഗവേഷണ കൗൺസിലാണെങ്കിലും അതുപോലെ സാമ്യശാസ്ത്ര ഗവേഷണ കൗൺസിലാണെങ്കിലും അതിലൊക്കെ ആ 2014 അവരോധിച്ചിട്ടുള്ള അതിൻ്റെ ചെയർമാൻമാരെ പരിശോധിച്ചാൽ തന്നെ കൃത്യമായി ബോധ്യപ്പെടും. സുദർശന റാവു എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് ചരിത്ര ഗവേഷണ ഇതിലേക്ക് ചെയർമാനായിട്ട് നിശ്ചയിച്ചത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ RSSകാരൻ എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ബ്രിജ് ബിഹാർ കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ സാമ്യശാസ്ത്ര ഗവേഷണ രംഗത്തുള്ള ചെയർമാനായിട്ട് നിയമിച്ചു. അതുപോലെ തന്നെ അതിന് ശേഷം UGC തലപ്പത്ത് നിർത്തിയിട്ടുള്ള ആളും അയാളുടെ പ്രത്യേകത വിശദീകരിക്കുന്നതും അവരുടെ ഒരു വിജ്ഞാന പ്രസാർ ഭാരതിയുടെ പ്രവർത്തകനായിട്ട് RSSൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായിട്ട് മുന്നോട്ട് വന്ന ആളാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് തുടക്കത്തിൽ തന്നെ ഇവർ അവരോധിച്ചുകൊണ്ട് ഇതിനെ പരിപൂർണമായി കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അവർ അവരോധിച്ചിട്ടുള്ള ഗവർണർമാർ, അതാണല്ലോ ശരിക്കും യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർമാർ, അവരിലൂടെ അവരുടെ കാവ്യവൽക്കരണം യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 2023 അവരുടെ കണക്ക് പ്രകാരം 2023 മുതൽ 2026 വരെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറാവുന്ന സമയം മുതൽ ഇപ്പോൾ ഉള്ള ആൾ ഗവർണറാകുന്നത് വരെയുള്ള ഈ കാലയളവിനിടയിൽ കേരളത്തിലെ സർവകലാശാല മുഴുവനും അതിൻ്റെ എഡ്യൂക്കേഷൻ രംഗം മുഴുവൻ കാവ്യവൽക്കരിക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ബോധ്യപ്പെടും. അതിനെ ഇപ്പോൾ 4 വർഷം 4 ഇയർ ഡിഗ്രി സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്കറിയാലോ മേജറും മൈനറും ഉണ്ട്. ഈ രണ്ടെണ്ണം കൂടാതെ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ അതിൽ പറയുന്ന വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലാണ് നേരത്തെ മാഷ് പറഞ്ഞ പോലെ IKS എന്ന് പറയുന്നത്, ഇന്ത്യൻ നോളജ് സിസ്റ്റം. അപ്പോൾ അതിലൂടെ ശരിക്കും പറഞ്ഞാൽ അന്ന് കസ്തൂരി രംഗൻ കമ്മീഷണർ ആണ് ശരിക്ക് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അദ്ദേഹം അതിൽ പരാമർശിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ പരമ്പരാഗത വിജ്ഞാനങ്ങളെയും അതേപോലെ തന്നെ ചരിത്രങ്ങളെയും അതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഗോത്രവർഗ്ഗങ്ങൾ അവർ ആചരിച്ചു വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഭാഷ, അവരുടെ ശൈലി, ഇതൊക്കെ ഒരു സമഗ്രമായ ഒരു പഠനത്തിന് വേണ്ടി സംവിധാനിച്ചൊരു സംഗതിയാണ്. ഇത് ഇവരെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ BJP ഗവൺമെൻറ് ഈ ഒരു രംഗം ആക്കി മാറ്റുന്നത് കഴിഞ്ഞാൽ കേവലം അവരുടെ ഹിന്ദുത്വ ആശയം മാത്രമാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് ഭഗവത്ഗീത അതിൽ പറയുന്നൊരു സംഗതിയാണ്, അതുപോലെ ശ്രുതി, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഹിന്ദുത്വ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ഏരിയ ഉപയോഗിക്കുകയാണ്. ഇത് ശരിക്കും കമ്പൽസറിയാണ്. മറ്റുള്ളത് സാധാരണ ഇപ്പോൾ മേജറും മൈനറും ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ നിർബന്ധമായും പഠിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഈ IKS വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇത് അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ആ ഒരു സിസ്റ്റം ഇതിന് പകരം ഒരു ബ്രാഹ്മണ്യ സംസ്കാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്
ഈ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ശരിക്കും ഈ VC-മാർ ഉപയോഗപ്പെടുത്താനുള്ള അതീവ ശ്രമമാണ്, വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഗവർണറും അതുപോലെ BJP ഗവൺമെൻറ്റും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായൊരു ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാമാന്യമായിട്ടുള്ളൊരു സംസാരവും അതിൻ്റെ ഒരു പ്രതിഷേധവും പറയുന്നതിലപ്പുറം ശരിക്ക് ഒരു വിദ്യാഭ്യാസ അവകാശം വെച്ചുകൊണ്ട് തന്നെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ജനങ്ങളത് ബോധവൽക്കരിക്കാനും സാധിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ മതേതരത്വവും അതുപോലെ ബഹുസ്വരതയെയും നിരാകരിക്കാനും അതില്ലായ്മ ചെയ്യാനും അതിന് പകരമായിട്ട് ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മതേതര ബോധമുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. വൈജ്ഞാനികമായും അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെഡ്ഗേവാർ കോഴിക്കോട് വിസിറ്റ് ചെയ്തൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഇവിടെ ഉള്ള കുഞ്ഞാലി മരക്കാന്മാരുടെയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരലി ഖാൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ഭരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നീട് ഗോൾവാൾക്കറുടെ രചനകളിൽ കുഞ്ഞാലി മരക്കാന്മാരൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ടിപ്പു സുൽത്താനെയും ഹൈദരലി ഖാനെയൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു ആശയത്തെ ഈ ചരിത്ര പഠനത്തിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനൊക്കെ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല യൂണിവേഴ്സിറ്റി തലത്തിൽ വിദ്യാഭ്യാസമാണ്. അതിനെങ്ങനെ പിടിച്ചടക്കാം എന്നതിൻ്റെ കൃത്യമായ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന്